നമസ്കാരം. ഇന്ന് നമുക്ക് പോളിനോമിയലിന്റെ അടുത്ത ഭാഗത്തിലേക്ക് കടക്കുകയാണ്. ഫാക്ടറൈസേഷൻ ഓഫ് എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. നമുക്കറിയാം, ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറയുമ്പോൾ ax² + bx + c എന്ന ഒരു രൂപത്തിലായിരിക്കും. അതിനെ നമുക്ക് എങ്ങനെയാണ് അതിന്റെ സീറോസിനെ കണ്ടെത്താൻ പറ്റുക? രണ്ട് മാർഗമാണുള്ളത്. ഒന്ന്, സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം എന്ന് പറയാം. രണ്ട്, യൂസിങ് ഫാക്ടർ തിയറം. പിന്നെ നമുക്ക് ക്വാഡ്രാറ്റിക് ഫോർമുല ഉണ്ട്, അത് പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല, അത് പിന്നീട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇവിടെ ആദ്യം തന്നെ ഈ പോളിനോമിയൽ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആണെങ്കിൽ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം ആണ്. നടുവിലത്തെ ടേമിനെ നമ്മൾ ബി എന്ന ടേമിനെ സ്പ്ലിറ്റ് ചെയ്യുക. അപ്പൊ വളരെ ക്ലിയർ ആണ്, ax² + bx + c. അതിന്റെ ഘടകങ്ങളാണ് px + q ആൻഡ് rx + s എന്ന് വിചാരിക്കുക. നമുക്ക് ലെറ്റ് ദ ഫാക്ടേഴ്സ് ആർ px + q ആൻഡ് rx + s. Then we can write a² + bx + c is equal to px + q into rx + s. That is equal to prx² plus ps plus qr into x plus qs. Then comparing the coefficients of x², x and constant, we can get a is equal to pr, b is equal to ps plus qr and c is equal to qs. Here b is the sum of two numbers, that is ps and qr, whose product is ps into qr is equal to pr into qs is equal to a into c, ac. ഇതാണ് നമ്മുടെ a² + bx + c എന്നുള്ള പോളിനോമിയലിനെ നടുവിലത്തെ ടേമിനെ മിഡിൽ ടേമിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രക്രിയ. അതിനെ നമുക്കൊരു എക്സാമ്പിളിലൂടെ നമുക്ക് പറയാൻ സാധിക്കും. സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം, a² + bx + c. Factors are px + q and rx + s. Then a² + bx + c is equal to px + q into rx + s. That is equal to prx² plus ps plus qr into x plus qs. By comparing the coefficients, a is equal to pr, b is equal to ps plus qr, c is equal to qs. ps into qr is equal to pr into qs is equal to ac. That is a into the constant. Example: 2x² plus 7x plus 3 is a quadratic polynomial. So p of x is equal to 2x² plus 7x plus 3. Here a is equal to 2, b is equal to 7, c is equal to 3. Then ac is equal to 2 into 3, 6. So the factors of 6 are 1 into 6 and 2 into 3. Here 1 plus 6 is equal to 7. The middle term 7. So 1 plus 6 is equal to 7 is equal to b. Therefore 2x² plus 7x plus 3 is equal to 2x² plus 1 plus 6 into x plus 3. So 2x² plus x plus 6x plus 3. Then now the x common factor for x into 2x plus 1 plus 3 into 2x plus 1. So here 2x plus 1 into x plus 3 is equal to 2x² plus 7x plus 3. ഇങ്ങനെ നമുക്ക് മിഡിൽ ടേമിനെ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് ക്വാഡ്രാറ്റിക് പോളിനോമിയലിനെ ഘടകങ്ങളാക്കി മാറ്റാൻ സാധിക്കും. നെക്സ്റ്റ്, ബൈ യൂസിങ് ഫാക്ടർ തിയറം. ക്വാഡ്രാറ്റിക് പോളിനോമിയലിനെ നമുക്ക് ഫാക്ടർ തിയറം വെച്ചുകൊണ്ട് സ്പ്ലിറ്റ് ചെയ്യാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് p of x is equal to a into x² plus b by ax plus c by a is equal to a into g of x എന്ന രൂപത്തിലേക്ക് മാറ്റുക. ദാറ്റ് മീൻസ് x² കോഎഫിഷ്യന്റ് ഉണ്ടെങ്കിൽ ആ x² കോഎഫിഷ്യന്റ് 1ലേക്ക് എത്തിക്കുക. x² കോഎഫിഷ്യന്റ് മസ്റ്റ് ബി 1. ആ 1ലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ a എന്നുള്ള ഒരു കോഎഫിഷ്യന്റ് ആണെങ്കിൽ a കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. സോ ആ പോളിനോമിയൽ ഡിവൈഡ് ചെയ്തിരിക്കുന്ന പോളിനോമിയൽ g of x ആയിട്ട് എടുക്കുക. So p of x is equal to a into x² plus b by ax plus c by a is equal to a into g of x. So g of x is equal to x² plus b by ax plus c by a. ഈ രൂപത്തിൽ നമ്മൾ എഴുതി കഴിഞ്ഞിട്ട് സോൾവ് ചെയ്യാം. Here an example. Factorize x² minus 5x plus 6. p
P of x is equal to x square minus 5x plus 6. Here coefficient of x square is equal to 1. But coefficient of x square 1 തന്നെയാണ്. അപ്പോൾ പിന്നെ വേറെ തരത്തിൽ നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. Constant is equal to 6 ആണ്. So factors of 6 എടുക്കുക. 6 ന്റെ factors are plus or minus 1 വരാം, plus or minus 2 വരാം, plus or minus 3 വരാം, plus or minus 6 വരാം. ഇതൊക്കെ 6 ന്റെ factors ആണ്. ഇനി നമുക്ക് അതിൽ തന്നിരിക്കുന്ന ഫിഗറിൽ ഏകദേശം നമുക്ക് ഏത് വാല്യൂ ആണ് അതിൽ സ്യൂട്ടബിൾ ആയിട്ട് വരിക എന്ന് നോക്കുക. So at x is equal to 2 എടുത്തു. So P of 2 is equal to 2 square minus 5 into 2 plus 6. 4 minus 10 plus 6 is equal to 10 minus 10 is equal to 0. At x is equal to 3 എടുക്കുക. P of 3 is equal to 3 square minus 5 into 3 plus 6. 9 minus 15 plus 6 is equal to 15 minus 15 is equal to 0. So factors are x minus 2 and x minus 3. വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ആ കോഎഫിഷ്യന്റിനെ ഒന്നാക്കിയതിനു ശേഷം അതിന്റെ മൾട്ടിപ്പിൾ കോൺസ്റ്റന്റ് നോക്കിയിട്ട് അതിന്റെ മൾട്ടിപ്പിൾ എത്രയാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അതനുസരിച്ചിട്ടുള്ള വാല്യൂസിനെ സെലക്ട് ചെയ്യാം. നമുക്കതിനെ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ സീറോയിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അത് അതിന്റെ ഫാക്ടർ ആയിരിക്കുകയും ചെയ്യും. The next one, factorization of cubic polynomial. Cubic polynomial ആകുമ്പോൾ നമുക്ക് 3 സൊല്യൂഷൻ ഉണ്ടാവും. അപ്പോൾ അതെങ്ങനെ ഇരിക്കുന്നു ചോദിച്ചാൽ ഫസ്റ്റ് write the given cubic polynomial. That is P of x is equal to ax cube plus bx square plus cx plus d. In the form, then P of x is equal to a into x cube plus b by a x square plus c by a x plus d by a is equal to a into g of x. Here g of x is equal to x cube plus b by a x square plus c by a x plus d by a. ഇതേപോലെ തന്നെ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ചെയ്ത പോലെ തന്നെ എക്സ് ക്യൂബിന്റെ കോഎഫിഷ്യന്റ് 1 ആക്കി മാറ്റുക. അതനുസരിച്ചിട്ട് നമുക്കതിനെ എ ഉണ്ടെങ്കിൽ എ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ജി ഓഫ് എക്സ് എന്ന പോളിനോമിയലിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അതിന്റെ മൾട്ടിപ്പിൾസ് അതിന്റെ വാല്യൂസ് എടുക്കുക. അതിന്റെ വാല്യൂസ് എടുത്തതിന് ശേഷം കൺസ്റ്റന്റ് വാല്യൂ ഏതാന്ന് വെച്ചാൽ അത് ഫാക്ടറൈസേഷനിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യാം. അപ്പോൾ ക്ലിയർ ആണ്, വളരെ സിമ്പിൾ ആണ്. യെസ്, നമുക്കൊരു എക്സാമ്പിളിലൂടെ അത് കടന്നു പോകാൻ സാധിക്കും. ഫാക്ടർ ക്ലിയർ. ക്യൂബിക് പോളിനോമിയൽ P of x is equal to ax cube plus bx square plus cx plus d. Then a into x cube plus b by x square plus c by x plus d by a is equal to a into g of x. G of x is equal to x cube plus b by x square plus c by x plus d by d. ഇനി നമുക്ക് നോക്കാം x cube minus 6x square plus 3x plus 10 is a cubic polynomial. P of x is equal to x cube minus 6x square plus 3x plus 10. And constant is equal to 10. Coefficient of x cube is equal to 1 ആണ്. അപ്പോൾ പിന്നെ വേറെ നമുക്ക് ഡിവിഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. Then factors of 10 plus or minus 1 plus or minus 2 plus or minus 5 plus or minus 10. Then P of minus 1. X is equal to minus 1. So minus 1 whole cube minus 6 into minus 1 whole square plus 3 into minus 1 plus 10 is equal to minus 1 minus 6 minus 3 plus 10. 10 minus 10 is equal to 0. Then x plus 1 is a factor of P of x. Clear on x plus 1 factor. Divide P of x by x plus 1. X plus 1 in x plus 1 കൊണ്ട് P of x നെ divide ചെയ്യാം. So x plus 1 is x cube minus 6x square plus 3x plus 10 divided by x plus 1. X square into x cube x square plus x square, subtract here minus 7x square plus 3x, minus 7x into x is minus 7x square, minus 7x plus 1 into minus 7x, subtract here 10x plus 10, then 10 into x 10x, 10 into 1 10, then subtract here to 0. The remainder will be 0, so x square minus 7x plus 10 is the quotient. So P of x is equal to x plus 1 into x square minus 5 plus 2x plus 10. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിനെ മിഡിൽ ടേം വെച്ച് സ്പ്ലിറ്റ് ചെയ്യുക. So x plus 1 into x square minus 5x minus 2x plus 10. So x plus 1 into x into x minus 5 minus 2 into x minus 5. So x plus 1 into x minus 2 into x minus 5. നമുക്ക് ഇങ്ങനെ ക്യൂബിക് പോളിനോമിയലിനെയും കോഎഫിഷ്യന്റ് നോക്കിക്കൊണ്ട് a എന്നുള്ള കോഎഫിഷ്യന്റ് ഉണ്ടെങ്കിൽ a കൊണ്ട് ഡിവൈഡ് ചെയ്തതിനു ശേഷം
കോൺസ്റ്റന്റിനെ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് അതിന്റെ മൾട്ടിപ്പിൾസ് എടുക്കുക, അതനുസരിച്ചിട്ട് നമ്മൾ ആർബിട്രറി നമ്പർ കൊടുത്തുകൊണ്ട് അതിന്റെ വാല്യൂ കണ്ടെത്തുക. അതിനുശേഷം ആ കിട്ടുന്ന ഫാക്ടർ കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്തുകൊണ്ട് അടുത്ത കോഷ്യന്റ് എത്രയാണെന്ന് നോക്കുക. ആ കോഷ്യന്റിനെ നമ്മൾ മിഡിൽ ടൈം സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് വീണ്ടും നമുക്ക് അതിനെ ഫാക്ടറൈസേഷൻ ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ക്യൂബിക് പോളിനോമിയലിനെ നമുക്ക് ഫാക്ടറൈസേഷൻ ചെയ്യാൻ സാധിക്കും എന്നാണ്. യെസ്, അപ്പോൾ നമ്മൾ ക്യൂബിക് പോളിനോമിയലിന്റെ ഫാക്ടറൈസേഷൻ നമുക്ക് മനസ്സിലാക്കി. ദ ലാസ്റ്റ് വൺ ആൾജിബ്രിക് ഐഡന്റിറ്റീസ് ആണ്. നമുക്കൊരു 11 ഐഡന്റിറ്റീസ് പഠിക്കാനുണ്ട്. നമ്മൾ ഓൾറെഡി അത് പഠിച്ചിട്ടുണ്ട് കുറേ എണ്ണം. ബാക്കിയുള്ളത് എന്താണെന്ന് പറയാം. ഇത് പറഞ്ഞതിന് ശേഷം അടുത്ത പാർട്ടിൽ നമുക്കിതിന്റെ പ്രോബ്ലംസ് എല്ലാം ചെയ്യാം. നോക്കാം നമുക്ക്. വാട്ട് യു മീൻ ബൈ ഐഡന്റിറ്റി? ആൻഡ് ഐഡന്റിറ്റി ഈസ് ആൻ ഈക്വാളിറ്റി. ഐഡന്റിറ്റി എന്ന് പറഞ്ഞൊരു ഈക്വാലിറ്റിയാണ്. വിച്ച് ഈസ് ട്രൂ ഫോർ ഓൾ വാല്യൂസ് ഓഫ് ഹിസ് വേരിയബിൾസ് ഇൻ ദ ഈക്വാലിറ്റി. അതിനർത്ഥം അത് എപ്പോൾ ഏത് വാല്യൂ കൊടുത്താലും അത് സദാ സത്യമായിരിക്കുകയും ചെയ്യും. അതാണ് വിച്ച് ഈസ് ട്രൂ ഫോർ ഓൾ വാല്യൂസ് ഓഫ് ദി വേരിയബിൾസ് ഇൻ ദി ഈക്വാലിറ്റി. ആ ഈക്വാലിറ്റിയിൽ ഏത് വില കൊടുത്താലും അത് ഈക്വൽ ആയിരിക്കും എന്നർത്ഥം. സോ ആൻ ഐഡന്റിറ്റി ഈസ് എ യൂണിവേഴ്സൽ ട്രൂത്ത് എന്നർത്ഥം. ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ അത് യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. അതിന് വാല്യൂ, വേരിയബിളിന് വാല്യൂ കൊടുത്താൽ ആ വാല്യൂ കിട്ടുന്ന ഉത്തരം വിൽ ബി യൂണിവേഴ്സൽ ട്രൂത്ത്, സദാ സത്യമായിരിക്കും എന്നർത്ഥം. അങ്ങനെയുള്ള കുറച്ച് ഐഡന്റിറ്റീസ് ആണ് നമ്മൾ ഇനി പരിചയപ്പെടുന്നത്. നമ്പർ 1 ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്താണ്, പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. x + y ഹോൾ സ്ക്വയർ. ചിലപ്പോൾ നിങ്ങൾ a + b ഹോൾ സ്ക്വയർ എന്ന് പഠിച്ചിട്ടുണ്ടാവും. എങ്ങനെ വേണമെങ്കിൽ പഠിച്ചാലും സെയിം തന്നെയാണ്. x + y ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു x² + 2xy + y². That is universal truth. x² + 2xy + y². Then number 2, x - y whole square. അതിൽ ചിലപ്പോൾ a - b whole square എന്ന് പഠിച്ചിട്ടുണ്ടാവും. x - y whole square is equal to x² - 2xy + y². x² - 2xy + y². Number 3, x² - y². ചിലപ്പോൾ നിങ്ങൾ a² - b² എന്ന് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ x² - y² is equal to x + y into x - y. x + y into x - y. The number 4, x + a into x + b. അവിടെ x സെയിം ആണ്, എയും ബിയും വ്യത്യസ്തമാണ്. അപ്പോൾ x + a into x + b is equal to x² + a + b into x plus ab. x² + a + b into x plus ab. The next, അഞ്ചാമത്തെ x + y + z whole square. മൂന്ന് ടേം വരികയാണ്. x + y + z whole square is equal to x² + y² + z² + 2xy + 2yz + 2zx is equal to sigma x² + 2 into sigma xy. സിഗ്മ എന്ന് പറഞ്ഞാൽ സം ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ x + y + z whole square is equal to x² + y² + z² + 2xy + 2yx + 2yz + 2zx. ഇതാണ് x + y + z whole square. The next, x + y whole cube. നിങ്ങൾ a + b whole cube എന്ന് പഠിച്ചിട്ടുണ്ടാവാം. അപ്പോൾ x + y whole cube is equal to s³ + y³ + 3xy into x + y. 3xy into x + y. That is equal to s³ + y³ + 3x² plus 3xy². s³ + y³ plus 3x² plus 3xy². The next, x - y whole cube. അത് a - b whole cube എന്ന് പഠിച്ചിട്ടുണ്ടാവും. That is x³ - y³ minus 3xy into x - y. x³ - y³ minus 3xy into x - y is equal to x³ - y³ minus 3x² plus 3xy². 3xy². The next, x³ - y³. x³ - y³ is equal to x - y into x² plus xy plus y².
x minus y into x square plus xy plus y square is equal to x minus y into x minus y all square plus 3xy. X minus y into x minus y all square plus 3xy. The next s cube plus y cube. Already നിങ്ങൾ a cube plus b cube എന്ന് പഠിച്ചിട്ടുണ്ടാവാം. X cube plus y cube is equal to x plus y into x square minus xy plus y square is equal to x plus y into x plus y whole square minus 3xy. Once more, s cube plus y cube is equal to x plus y into x square minus xy plus y square is equal to x plus y into x plus y whole square minus 3xy. The next, x cube plus y cube plus z cube. മൂന്ന് ടൈം വന്നു. x cube plus y cube plus z cube minus 3xyz is equal to x plus y plus z into x plus y plus z into x square plus y square plus z square minus xy minus yz minus zx. That is equal to x plus y plus z into x plus y plus z all square minus 3 into xy plus yz plus zx. Very important. X cube plus y cube plus z cube minus 3xyz is equal to x plus y plus z into x square plus y square plus z square minus xy minus yz minus zx. That is equal to x plus y plus z into x plus y plus z all square minus 3 into xy plus yz plus zx. The next, അതിൽ തന്നെ ഉള്ളതാണ് x plus y plus z is equal to 0 ആണെങ്കിൽ, if x plus y plus z is equal to 0, then x cube plus y cube plus z cube is equal to 3xyz. x plus y plus z 0 ആണെങ്കിൽ x cube plus y cube plus z cube is equal to 3xyz ന് തുല്യമായിരിക്കും. The next, x square plus y square plus z square minus xy minus yz minus zx. X square plus y square plus z square minus xy minus yz minus zx is equal to half into 1/2 into x minus y whole square plus y minus z whole square plus x z minus x whole square. Once more, x square plus y square plus z square minus xy minus yz minus zx is equal to 1/2 into x minus y whole square plus y minus z whole square plus z minus x whole square. Here, these are the main algebraic identities you have to be studied. ഇതാണ് നിങ്ങൾക്ക് പഠിക്കേണ്ട ഐഡന്റിറ്റീസ്. ഇത് സദാസത്യവാക്യങ്ങളാണ്. ഇവിടെ ഏത് വില കൊടുത്താലും അത് വളരെ ക്ലിയർ ആയിട്ട് വരികയും ചെയ്യും. ഇതിന്റെ എക്സാമ്പിൾസ്, ഇതിന്റെ പ്രോബ്ലംസ്, ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട പ്രോബ്ലംസ് നമുക്ക് കുറച്ചെണ്ണം അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.